ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചെറുതായിട്ടൊരു സോപ്പ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. യൂണിറ്റ് എന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ടാട്ടോ, വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ സോപ്പുകളെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയ സോപ്പുകളാട്ടോ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സോപ്പ് ബേസ് വെച്ചിട്ടാണ്. ഇത് കൂട്ട് ഗോഡ് മിൽക്കിൻ്റെ ബേസാണ്. അതായത് ആടിൻ്റെ പാലുകൊണ്ട് ഉണ്ടാക്കിയ ബേസ് കൊണ്ട് ഉണ്ടാക്കിയ സോപ്പാണിത്. അപ്പോൾ ഈ സോപ്പിനകത്ത് ഇൻഗ്രീഡിയൻസ് ചേർത്തിരിക്കുന്നത്, എല്ലാ സോപ്പിലും ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഒലിവ് ഓയിൽ, ഇതുണ്ടോ വെർജിൻ കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഇതുണ്ടോ ആൽമണ്ട് ഓയിൽ, അലോവേര ജെല്ല്, അലോവേരയുടെ എക്സ്ട്രാക്റ്റാണിത്, എക്സ്ട്രാക്റ്റ്, വൈറ്റമിൻ ഇ, ഇത്രയും കാര്യങ്ങൾ. അതിന് ഗ്ലിസറിനുണ്ട് കേട്ടോ, ഗ്ലിസറിൻ. ഇത്രയും സാധനം ആണ് ഞാൻ ഈ സോപ്പുകളെല്ലാം ചേർത്തിരിക്കുന്നത്. അപ്പോൾ ബേസിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇത് റെഡ് വൈൻ്റെ ബേസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്, റെഡ് വൈൻ. ഇതിനകത്തും ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിനും സ്കിന്നിനും ഒക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ സോപ്പുകൾ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യണം. ഏത് സോപ്പ് വേണം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പോൾ ആര്യവേപ്പിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കി തീർന്നു പോയി. ആര്യവേപ്പും തുളസിയിലൊക്കെ ചേർത്തിട്ടുള്ള സോപ്പ്. അപ്പോൾ നമ്മുടെ മുഖത്ത് ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ടാകുന്നില്ല, അതെല്ലാം ഈ ആര്യവേപ്പ് സോപ്പ് തേച്ച് കഴിഞ്ഞാൽ പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് സോപ്പാണോ വേണ്ടത് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഷിയ ബട്ടർ. ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇത് മാർക്കറ്റിൽ 100 ഗ്രാമിന് 120 രൂപയാണ്. ഞാൻ 110 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. ഷിയ ബട്ടർ അറിയാമായിരിക്കുമല്ലോ, ഷിയ ബട്ടർ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡിസൈൻ നല്ല ഡിസൈനിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പറയണം. പിന്നെ ഇത് ഞാൻ ഒരു സ്പെഷ്യലായിട്ടൊരു സോപ്പ് ഞാൻ ഒരാൾക്ക് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ട്രാൻസ്പെറൻറ്റ് ബേസ് വെച്ചിട്ടുണ്ടാക്കിയാണ്. അതിനകത്ത് ജസ്റ്റ് കളർ ചേർത്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ സ്പെഷ്യലായിട്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് ചേർത്തിക്കുന്ന സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഗൾഫ് സ്പ്രേ ഇല്ലേ, ആ ഗൾഫിൻ്റെ ഒരു ഊത്, ആ ഒരു ടൈപ്പില്ല, ആ ഒരു മണമാണ്, സ്മെല്ലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല മണമാണ്. എന്നുവെച്ചാൽ ഇത് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്മെല്ല് ശരീരത്തിൽ നിന്ന് പോകില്ല, അത്രയും നല്ല സ്മെല്ലാണ് ഇത്. അപ്പോൾ സ്പെഷ്യൽ സോപ്പാട്ടോ. ഇത് ചാർക്കോൾ സോപ്പാണ്. ഇതിന് വലുതും ചെറുതും ഉണ്ട് കേട്ടോ. എല്ലാ സോപ്പിൻ്റെയും വലുതും ചെറുതും ഉണ്ട്. അപ്പോൾ ചെറുത് വേണ്ടവർക്ക് ചെറുത് വാങ്ങാം, വലുത് വേണ്ടവർക്ക് വലുത് വാങ്ങാം. അപ്പോൾ ചാർക്കോൾ സോപ്പ് ഇതുണ്ടോ, ഇത് ഷിയ ബട്ടറിൻ്റെ ബേസും ഉണ്ട്. ഇത് ചാർക്കോൾ സോപ്പാണ്. ഇതിന് വലുതും ചെറുതും ഉണ്ട് കേട്ടോ. എല്ലാ സോപ്പിൻ്റെയും വലുതും ചെറുതും ഉണ്ട്. അപ്പോൾ ചെറുത് വേണ്ടവർക്ക് ചെറുത് വാങ്ങാം, വലുത് വേണ്ടവർക്ക് വലുത് വാങ്ങാം. അപ്പോൾ ചാർക്കോൾ സോപ്പ് ഇതുണ്ടോ, ഇത് ഷിയ ബട്ടറിൻ്റെ ബേസും ഉണ്ട്. ഞാനൊരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സോപ്പാണ്. ഷേപ്പിലും അതുപോലെ കളർ എല്ലാം നല്ല ഭംഗിയായിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും ചേർത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ഓവൽ ഷേപ്പിലുണ്ടാക്കിയാണ്. ഷിയ ബട്ടറിൻ്റെ സോപ്പ് ഓവൽ ഷേപ്പിലുണ്ടാക്കിയിരിക്കുന്നതാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സോപ്പ്, ഏത് ഡിസൈൻ വേണമെങ്കിലും, ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കി തരും. ഇതുണ്ട്, ഇത് ഷിയ ബട്ടറിൻ്റെ ആണ്. ഞാൻ ഒരു 3 ഷെയ്ഡിലുണ്ടാക്കിയിരുന്നതാണ്, 3 ഷെയ്ഡ്. ഇതുണ്ടോ, ഇത് ബാക്ക് വശം. ഇവിടെ ഫ്രണ്ടിലാണിത് ഇങ്ങനെ ഒട്ടിക്കുന്നത് കേട്ടോ. ഇത് ക്ലിങ് ഫിലിം വെച്ചിട്ട് ഒട്ടിച്ചിരിക്കുന്നതാണേ. ഇത് ഷിയ ബട്ടറിൻ്റെ അത്രയും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു, അതുപോലെ ശ്രദ്ധിച്ച് ചെയ്താലാണ് സോപ്പ് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അത്രയും ശ്രദ്ധിച്ച് ഞാൻ ഈ സോപ്പിന് വേണ്ടിയിട്ട് എൻ്റെ സമയം മാറ്റി വെച്ചിരിക്കുകയാണ്. എനിക്ക് ഷൂട്ടിങ് വരാനായിട്ട് കുറച്ച് താമസമുണ്ട്. ഒരു സിനിമ പൂജ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഷൂട്ടിങ്ങിന് പോയാൽ മതി. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സമയം കിട്ടി. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വിഷയങ്ങളിൽ ഒന്നാണിത്. ആദ്യത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. അത് കഴിഞ്ഞാൽ എനിക്ക് സോപ്പ് നിർമ്മാണമാണ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറേ നാളായി ഞാൻ ഇങ്ങനെ ഓർക്കുന്നു. പക്ഷേ ആദ്യം ഞാൻ സോപ്പുണ്ടാക്കി എൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഉപയോഗിച്ചതിന് ശേഷം 2-3 മാസങ്ങൾക്ക് മുമ്പ് കേട്ടോ ഇത്
അതിന് ശേഷം അപ്പോൾ ഉണ്ടാക്കി നമ്മൾ ഉപയോഗിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റിൻ്റെ എന്താ പറയുക, നമുക്ക് ഞാൻ ആ സോപ്പിട്ട് ഡെയിലി മുഖമൊക്കെ കഴിയുമ്പോൾ ആ ഒരു മാറ്റമൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ഇത്രയും സാധനം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനും ഫേസിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുന്ന സാധനമാണ്. അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് ഞാൻ എന്ന സോപ്പ് നിർമ്മാണം ആരംഭിച്ചാലോ. അപ്പോൾ എനിക്കൊരു ടൈം പാസ് ആവും, എനിക്ക് ചെറിയ വരുമാനവും. അപ്പോൾ മാത്രമല്ല, എനിക്ക് ഷൂട്ടിങ് വന്നാൽ പോലും സോപ്പുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോവുകയാണെങ്കിൽ എൻ്റെ മകൻ ഇവിടെ ഉണ്ട്, ചേട്ടനുണ്ട്. അപ്പോൾ അവരത് ആർക്കെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കത് കൊടുക്കാൻ പറ്റും. ഒന്ന് പാഴ്സൽ ചെയ്താൽ മതിയല്ലോ. പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ കൊറിയർ സർവീസ് വഴിയോ ഇത് അയച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് കോടനാടാണ് ഞാൻ ഫസ്റ്റ് 50 സോപ്പ് എനിക്ക് അവിടെ ഓർഡർ കിട്ടി. ഞാനത് കൊണ്ട് കൊടുത്തു. എൻ്റെ ഫ്രണ്ടാണ് ഓർഡർ ചെയ്ത്, അവർക്കവിടെ ബിസിനസ്സുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ട് കൊടുത്തു. രണ്ടാമതായിട്ട് വണ്ണപ്പുറത്തിനാണ് ഞാൻ ഒരു കുറച്ച് സോപ്പ് ഓർഡർ ചെയ്ത് കൊടുത്തു വിട്ടത്. അപ്പോൾ ഇന്നലെ അതവിടെ കിട്ടിയെന്ന് പറഞ്ഞ് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി അടുത്തതായിട്ട് മൂന്നാമതായിട്ട് എനിക്കിപ്പം ഓർഡർ വന്നിരിക്കുന്നത് എനിക്ക് ജർമ്മനിയിൽ നിന്നാണ്, എൻ്റെ മകൻ്റെ ഫ്രണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല സ്മെല്ലുള്ള, നമ്മുടെ നാട്ടിലെ സ്മെല്ലുള്ള സോപ്പൊന്നും അവിടെ കിട്ടാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പയ്യന് വേണ്ടിയിട്ടും കൂടെ സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സോപ്പ് കൂടെയാണിത്. എല്ലാ സോപ്പിലും നല്ല പുള്ളിക്ക് ഷിയാബണ്ണിൻ്റെ നല്ല സ്മെല്ലുള്ള സോപ്പുകൾ പറഞ്ഞ് ഞാൻ അതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൂടാതെ ഞാൻ വെളിച്ചെണ്ണയിൽ സോപ്പ് ഉണ്ടാക്കിയായിരുന്നു. വെളിച്ചെണ്ണയിൽ ഇതുണ്ടോ, ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ സോപ്പാണ്. ഇത് പക്ഷേ കുറച്ച് റിസ്ക് പരിപാടിയാണ്. കാരണം കാസ്റ്റിക് സോഡയും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. വെളിച്ചെണ്ണ ഒരു 1200 മില്ലി വെളിച്ചെണ്ണയും അതുപോലെ തന്നെ 600 മില്ലി വെള്ളത്തിൽ കാസ്റ്റിക് സോഡയൊക്കെ കലക്കി. അത് ചിലപ്പോൾ കാസ്റ്റിക് സോഡ കലക്കുമ്പോൾ നമ്മുടെ മൂക്കിലൊക്കെ അതിൻ്റെ മണം അടിച്ച് കയറുകയും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ വീണ പൊള്ളുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഈ സോപ്പിനോട് കൂടുതൽ അങ്ങനെ താല്പര്യമില്ല. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം 15 ദിവസം കഴിഞ്ഞ ശേഷം ഈ വെളിച്ചെണ്ണ സോപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം അത് നമ്മൾ പുറത്ത് വാങ്ങിയ സോപ്പെല്ലാം അങ്ങനെയാണ്, കാസ്റ്റിക് സോഡ ചേർന്നിട്ടുള്ള സോപ്പുകളാണ് ഈ ടൈപ്പ് സോപ്പ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കൂടുതൽ ഉണ്ടാക്കുന്നില്ല. പിന്നെ 10-15 ദിവസം ഇരിക്കുകയും ചെയ്യണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ റിസ്ക് ഇല്ലാത്ത ഈ സോപ്പുകളാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സോപ്പുകൾ മൊത്തത്തിൽ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതാ ഞാൻ വേറെ സോപ്പ് കാണിച്ചില്ലല്ലോ. ഇത് കണ്ടോ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇത് വേറെ എണ്ണം ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞിൻ്റെ കാൽപാദം വരുന്ന രീതിയിലുള്ളൊരു സോപ്പ്. അത് എൻ്റെ പോസ്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, ഇതൊക്കെ കുട്ടികളുടെ കളിപ്പാട്ടത്തിൻ്റെ ഒരു മോഡലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ കപ്പ് കേക്ക് വരുന്നു. കപ്പ് കേക്ക് വരുന്നു. ഇതുണ്ടോ, ഇത് ശരിക്കും കാണാൻ പറ്റുമെന്നറിയില്ല. ഇത് കവറിനകത്ത്, ഇത് ചില സോപ്പ് ഉണ്ടാക്കിയിട്ട് ഇത് കവറിനകത്താക്കി വെച്ചിരിക്കുകയാണേ. അപ്പോൾ അതുകൊണ്ടാണ് സോപ്പ് കാണാവുന്ന രീതിയിലാണ് എനിക്ക് കൊടുക്കാനിഷ്ടം. കാരണം സോപ്പ് ഇങ്ങനെ കവറിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് സോപ്പ് എന്താണ് ഇതിനകത്തെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സോപ്പ് ഇങ്ങനെ പുറമെ കാണാവുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ലൈസൻസ് കാര്യങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അതെല്ലാം ഉടനെ തന്നെ ഓക്കെ ആയിട്ട് വരും. അപ്പോൾ കുറച്ചും കൂടെ ബിസിനസ് നല്ല രീതിയിൽ തന്നെ എൻ്റെ കൈകൊണ്ട് തന്നെ സോപ്പ് ഉണ്ടാക്കി എനിക്കറിയാവുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ പുറത്തുള്ളവർക്കും അറിയാവുന്നവർക്കാണെങ്കിലും അറിയില്ലാത്തവർക്കാണെങ്കിലും ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ സോപ്പ് ഉണ്ടാക്കി, അതും നല്ല ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ട് തന്നെ സോപ്പ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹം. അത് ഭയങ്കര പാഷൻ പോലെ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ 2 കാര്യങ്ങളിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അല്ലാതെ പുറമേ ഒരു ജോലിക്ക് പോകാൻ അങ്ങനെയൊന്നും നേരത്തെ തൊട്ട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട വിഷയം അഭിനയവും ഈ സോപ്പ് നിർമ്മാണമാണ്. അപ്പോൾ എൻ്റെ ഈ ബിസിനസ്സിന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് സോപ്പ് വേണമെങ്കിലും, നിങ്ങൾക്ക് സോപ്പ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ ഞാൻ ഫേസ്ബുക്കിലും വാട്സാപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സോപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാനത് കൊറിയർ വഴി നിങ്ങളുടെ വീട്ടിലെത്തിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒരിക്കൽ കൂടി വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഓക്കെ, താങ്ക് യു. ഞാൻ സോപ്പെല്ലാം ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. മൊത്തത്തിൽ ഞാൻ സോപ്പ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ.
ഇത് ഷിയ ബട്ടർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സോപ്പാണ്. ഇതെല്ലാം ഷിയ ബട്ടർ കൊണ്ട് ഉണ്ടാക്കിയ സോപ്പാണ്. ഇത്രയും സാധനങ്ങൾ, ഇത്രയും സോപ്പ് ഷിയ ബട്ടറാണ്. ഈ മഞ്ഞ നിറത്തിലിരിക്കുന്ന ഇത്രയും സോപ്പുകൾ ഗോഡ് മിൽക്ക്, ആടിൻ്റെ പാൽ കൊണ്ടുണ്ടാക്കിയ ബേസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് വന്നിട്ട് ഈ സോപ്പ് വന്ന് ഇതില്ലേ ഇരട്ടി മധുരം, അത് ഈ സോപ്പ് ഇരട്ടി മധുരം മഞ്ഞൾ കൂട്ടി ഉണ്ടാക്കിയ സോപ്പാണിത്. അപ്പോൾ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സ്മെല്ലൊക്കെയുള്ള, അത് നല്ല സ്മെല്ലുള്ള നല്ലൊരു സോപ്പാണ്. അത് സ്പെഷ്യൽ സോപ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇത് ചാർക്കോൾ സോപ്പ്. ചാർക്കോൾ സോപ്പിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം, അത് സ്കിന്നിന് വളരെ നല്ലതാണ്. ഇത് സ്കിന്നിന് നല്ലതാണ്, എല്ലാ സോപ്പും നല്ലതാണ്. എന്നാലും ചാർക്കോൾ ഓരോന്നിനും ചിലർക്ക് ഈ ചാർക്കോൾ സോപ്പൊക്കെ എല്ലാവർക്കും ഒന്നും പിടിക്കുമെന്നറിയില്ല, ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. ഇത് വന്നിട്ട് റെഡ് വൈൻ ബേസ് കൊണ്ടുണ്ടാക്കിയ സോപ്പാട്ടോ. എല്ലാത്തിലും ഞാൻ ഈ പറഞ്ഞ ഈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ കാണിക്കുവാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, അലോവേരയുടെ എക്സ്ട്രാക്റ്റ്, അലോവേര ജെൽ, അതുപോലെ ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ, റോസ് വാട്ടർ എല്ലാത്തിലും ചേർക്കുന്നില്ല, ചില സോപ്പുകളിൽ ഞാൻ റോസ് വാട്ടർ ചേർക്കും. ഇത് അലോവേരയുടെ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും കുക്കുംബറും കൂടെ കൂടിയിട്ടുള്ള ഒരു എക്സ്ട്രാക്റ്റാട്ടോ ഇത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് പിന്നെ ഞാൻ തേൻ ചേർക്കും. തേൻ ഞാൻ എല്ലാ സോപ്പിലും ചേർക്കില്ല, ചില സോപ്പുകളിൽ ഞാൻ തേൻ ചേർക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സോപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവണം. എൻ്റെ ഈ എന്താ പറയുക ചെറിയൊരു ബിസിനസ് വിജയിപ്പിക്കണം. നിങ്ങൾ സോപ്പ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇട്ടേക്കാം. പിന്നെ ഫേസ്ബുക്കിലുള്ളവരൊക്കെ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചാൽ മതി, അഡ്രസ്സും ഞാൻ അയച്ചു തന്നാൽ മതി, ഞാൻ അയച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.